നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഖജനാപ്പാറയിലെ അരമനപ്പാറ എസ്റ്റേറ്റിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ഏലത്തോട്ടത്തിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനെത്തിയ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത്. ജനിച്ചപ്പോൾ ജീവനില്ലാതിരുന്നതിനാൽ കുഴിച്ചിട്ടതാണെന്നാണ് ജാർഖണ്ഡ് സ്വദേശിയായ യുവതി പോലീസിനോട് പറഞ്ഞത്. ഉച്ച കഴിഞ്ഞ് 3 മണിയോടെയാണ് ഖജനാപ്പാറയിലെ അരമനപ്പാറ എസ്റ്റേറ്റിലെ ഏലത്തോട്ടത്തിൽ നിന്നും നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. നായ്ക്കൾ പകുതി ഭക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. തൊഴിലാളികൾ ഉടൻ തന്നെ വിവരം രാജാക്കാട് പോലീസിനെ അറിയിച്ചു. രാജാക്കാട് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ജാർഖണ്ഡ് സ്വദേശിയായ പൂനം സോറൻ എന്ന യുവതിയാണ് കുഞ്ഞിനെ പ്രസവിച്ചതെന്ന് കണ്ടെത്തി. ശനിയാഴ്ചയാണ് കുഞ്ഞു ജനിച്ചത്. ജനിച്ചപ്പോൾ കുഞ്ഞിന് ജീവനില്ലായിരുന്നുവെന്നും അതിനാലാണ് കുഴിച്ചിട്ടതെന്നുമാണ് ഇവർ പോലീസിനോട് പറഞ്ഞത്. ചാക്കിൽ കെട്ടിയാണ് കുഴിച്ചിട്ടത്. ഇവരുടെ ആദ്യ ഭർത്താവ് 7 മാസങ്ങൾക്ക് മുൻപാണ് മരിച്ചത്. ഡിസംബറിൽ മോത്തിലാൽ മുർമു എന്ന ആളെ വിവാഹം കഴിക്കുകയും ചെയ്തു. യുവതിയുടെ ആദ്യ ബന്ധത്തിലുള്ളതാണ് ഈ കുഞ്ഞ്. ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് രാജാക്കാട് പോലീസ് പറഞ്ഞു. കസ്റ്റഡിയിലുള്ള ദമ്പതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഏലത്തോട്ടത്തിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനെത്തിയ തൊഴിലാളികളാണ് നായ്ക്കൾ കടിച്ചു വലിച്ചതിലെ നവജാത ശിശുവിന്റെ ശരീരാവശിഷ്ടം കണ്ടെത്തിയത്. തൊഴിലാളികൾ ഉടനെ രാജാക്കാട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞാണിതെന്ന് കണ്ടെത്തി. മാസം തികയാതെ ജനിച്ച കുഞ്ഞ് മരിച്ചതുകൊണ്ട് കുഴിച്ചിട്ടുവെന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി. തുടർന്ന് ദമ്പതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നവജാത ശിശുവിന്റെ ശരീരാവശിഷ്ടങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്ന് പോലീസ് അറിയിച്ചു. ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ ഇലന്തൂർ നരബലി കേസിൽ പ്രതികൾക്കെതിരെ ഏപ്രിൽ 1 കോടതി കുറ്റം ചുമത്തും. മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ്, ലൈല എന്നിവർക്കെതിരെയാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കുറ്റം ചുമത്തുക. പ്രതികളുടെ വിടുതൽ ഹർജിയിലും കോടതി അന്ന് തന്നെ വിധി പറയും. വിടുതൽ ഹർജി തള്ളുകയാണെങ്കിൽ കുറ്റം ചുമത്തുന്നതിനുള്ള സാവകാശം വേണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു. ഇക്കാര്യം കോടതി അംഗീകരിച്ചില്ല. ഇലന്തൂരിലെ ഭഗവത് സിംഗിന്റെ വീടിന്റെ പരിസരത്തു നിന്ന് നരബലിക്കിരയായ സ്ത്രീകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതും പ്രതികളായ മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ്, ഭാര്യ ലൈല എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതും 2022 ഒക്ടോബർ 11 അതിക്രൂരവും പൈശാചികവുമായ നരബലി നടത്തിയ പ്രതികൾക്ക് വധശിക്ഷ തന്നെ ലഭിക്കാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ അന്ധവിശ്വാസിയായ ഭഗവത് സിംഗിന്റെ വീടിന്റെ പരിസരത്തു നിന്ന് നരബലിക്കിരയായ 2 സ്ത്രീകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതും പ്രതികളായ മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ്, ഭാര്യ ലൈല എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതും 2022 ഒക്ടോബർ 11 സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ സ്ത്രീകളെ കൊലപ്പെടുത്തി ശരീരഭാഗങ്ങൾ ഭക്ഷിച്ചാൽ മതിയെന്ന് തിരുമു ചികിത്സകനായ ഇലന്തൂരിലെ KV ഭഗവത് സിംഗ്, ഭാര്യ ലൈല എന്നിവരെ വിശ്വസിപ്പിച്ചത് പെരുമ്പാവൂർ സ്വദേശിയായ മുഹമ്മദ് ഷാഫിയാണ്. ഇതിനായി ലോട്ടറി വിൽപ്പനക്കാരായ കാലടി സ്വദേശി റോസിൻ, തമിഴ്നാട് സ്വദേശി പത്മം എന്നിവരെ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്നും ലക്ഷങ്ങൾ പ്രതിഫലം നൽകാമെന്നും ധരിപ്പിച്ച് മുഹമ്മദ് ഷാഫി ഇലന്തൂരിലെത്തിച്ച് കൊലപ്പെടുത്തി. പിന്നീട് മൃതദേഹം കഷ്ണങ്ങളായി കുഴിച്ചിട്ടുവെന്നായിരുന്നു കേസ്. പൊന്നുരുന്നി പഞ്ചാവടി നഗറിലെ താമസക്കാരി പത്മത്തെ കാണാനില്ലെന്ന പരാതി 2022 സെപ്റ്റംബർ 26 കടവന്ത്ര പോലീസിന് ലഭിച്ചത്. ഇതേ തുടർന്നുള്ള അന്വേഷണത്തിലാണ് നരബലി സംബന്ധിച്ച നടുക്കുന്ന വിവരം പുറത്തുവന്നത്. പുറം ലോകത്ത് പുരോഗമനവാദിയായ ഇടതുപക്ഷ പ്രവർത്തകനായിരുന്നു ഭഗവത് സിംഗ്. അതേസമയം അന്ധവിശ്വാസത്തിന്റെ പരകോടിയിലായിരുന്ന ഭഗവത് സിംഗും ഭാര്യ ലൈലയുമായിരുന്നു മനുഷ്യകുരുതിക്കായി കളമൊരുക്കിയത്. ഇലന്തൂരിലെ വീട്ടിലൊരുക്കിയ ആഭിചാര കളത്തിലേക്ക് നിരാലംബരായ റോസിനെയും പത്മത്തെയും പണം വാഗ്ദാനം ചെയ്ത് എത്തിച്ചത് കൊച്ചിയിലെ ഹോട്ടൽ തൊഴിലാളിയായിരിക്കെ മുഹമ്മദ് ഷാഫിയായിരുന്നു. മോർച്ചറിയിൽ സഹായിയായി നിന്ന് മൃതദേഹങ്ങൾ വെട്ടിക്കീറിയ പരിചയത്തിലാണ് ഷാഫി ഇരുവരെയും ആരുംകൊല നടത്തിയത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നാണ് കുറ്റപത്രത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. DNA പരിശോധനയിലൂടെയാണ് മരിച്ചത് പത്മവും റോസ്ലിനുമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. പ്രതികളുടെ വിടുതൽ ഹർജിയിലും കോടതി ഏപ്രിൽ 1 വിധി പറയും. വിടുതൽ ഹർജി തള്ളുകയാണെങ്കിൽ കുറ്റം ചുമത്തുന്നതിന് സാവകാശം വേണമെന്ന് പ്രതികൾ കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യം കോടതി അംഗീകരിച്ചില്ല. പോലീസ് കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയത് ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിച്ചുവെന്നാണ് വിടുതൽ ഹർജിയിലെ പ്രതികളുടെ വാദം. കേസിൽ തങ്ങൾക്കെതിരെ യാതൊരു തെളിവുമില്ലെന്നും 3 പ്രതികളും വാദിച്ചിരുന്നു. തനിക്കെതിരെ കേസ് കെട്ടിച്ചമച്ചതാണെന്നും താൻ വെറും കാഴ്ചക്കാരി മാത്രമെന്നുമായിരുന്നു ലൈലയുടെ വാദം. എന്നാൽ പ്രതികൾക്കെതിരെ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഉണ്ടെന്ന് ഹർജി എതിർത്ത് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിൽ ജാമ്യം ആവശ്യപ്പെട്ട് ലൈല മുൻപ് 3 തവണ കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളുകയായിരുന്നു. പ്രതി ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഭീകരതയും അതുണ്ടാക്കിയ ഭീതിയും സമൂഹ മനസ്സിൽ നിന്ന് ഇന്നും മാഞ്ഞിട്ടില്ലെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം.
ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും വിദേശത്തേക്ക് കടക്കാനും സാധ്യതയുണ്ടെന്ന വാദം അംഗീകരിച്ച് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കഴിഞ്ഞ ഓഗസ്റ്റിൽ 3-ാം തവണയും ലൈലയുടെ ജാമ്യ ഹർജി തള്ളിയിരുന്നു. കൊലപാതകം, കൂട്ടബലാത്സംഗം, കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെയുള്ള തട്ടിക്കൊണ്ടുപോകൽ, മനുഷ്യക്കടത്ത്, മൃതദേഹത്തോടുള്ള അനാദരവ്, മോഷണം, തെളിവ് നശിപ്പിക്കൽ, കുറ്റകരമായ ഗൂഢാലോചന തുടങ്ങിയ കുറ്റപത്രങ്ങൾ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധിക്കായി നരബലി നടത്തിയ സംഭവത്തിൽ പ്രതികളായ ഭഗവത് സിംഗും ഭാര്യ ലൈലയും മുഹമ്മദ് ഷാഫിക്ക് നൽകിയത് പല ഘട്ടങ്ങളിലായി 10 ലക്ഷം രൂപയാണ്. കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാൻ 2 സ്ത്രീകളെ നരബലി ചെയ്ത അതിക്രൂര സംഭവം കേരളം നടുക്കത്തോടെയാണ് കേട്ടറിഞ്ഞത്. സാമ്പത്തിക അഭിവൃദ്ധിക്കായി എന്തും ചെയ്യാൻ തയ്യാറായിരുന്ന ദമ്പതികളോട് സ്ത്രീകളെ ബലി കൊടുക്കണമെന്നും ശരീരഭാഗങ്ങൾ ഭക്ഷിക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങൾ ഷാഫിയാണ് നൽകിയത്. കൊടും കുറ്റവാളിയായ ഷാഫി ലൈംഗിക വൈകൃതത്തിനും അടിമയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ആഭിചാരക്രിയകളുടെ ഭാഗമായി പ്രതി ഷാഫി ഭർത്താവായ ഭഗവത് സിംഗിന്റെ സാന്നിധ്യത്തിൽ ലൈലയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി മൊഴിയിൽ പറയുന്നു. മാത്രവുമല്ല, ഇരകളായ റോസ്ലിയെയും പത്മത്തെയും ഇയാൾ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയും ചെയ്തു. കാലടി ലോട്ടറി കച്ചവടം നടത്തിയിരുന്ന റോസ്ലിനെ ഷാഫി സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഇലന്തൂരിലെ ഭഗവത് സിംഗിന്റെ വീട്ടിലെത്തിച്ച് ബലി നൽകിയത്. റോസ്ലിനെയാണ് ആദ്യം അരുംകൊല ചെയ്തത്. റോസ്ലിനെ കട്ടിൽ കെട്ടിയിട്ടാണ് 3 പ്രതികളും ചേർന്ന് കഴുത്തറുക്കുന്നത്. ലൈലയാണ് റോസ്ലിയുടെ കഴുത്തിൽ ആദ്യം കത്തിവെച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കൊലപാതകത്തിനു ശേഷം ശരീരമാസകലം മുറിവുകൾ ഉണ്ടാക്കി. ജനനേന്ദ്രിയത്തിൽ നിന്ന് രക്തം ശേഖരിച്ചതിനു ശേഷം മൃതദേഹം 30 കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കുകയും രക്തം വീടിന് പുറത്ത് പല ഭാഗങ്ങളായി തളിച്ച ശേഷം ശരീരഭാഗങ്ങൾ വീട്ടുവളപ്പിൽ കുഴിച്ചിടുകയുമായിരുന്നു. ആദ്യത്തെ നരബലി കഴിഞ്ഞിട്ടും പ്രതീക്ഷിച്ച ഫലം കിട്ടിയില്ലെന്ന് ഭഗവത് സിംഗ് പരാതിപ്പെട്ടതോടെയാണ് ഷാഫി 2ാമത്തെ ഇരയായ പത്മത്തെ ഇരേ വീട്ടിലെത്തിച്ച് സമാനമായ രീതിയിൽ നരബലി നടത്തിയത്. മനുഷ്യമാംസം വിറ്റാൽ 20 ലക്ഷം കിട്ടുമെന്നും ഇത് വാങ്ങാനായി ആളുമെത്തുമെന്നും വിശ്വസിപ്പിച്ചാണ് മുഹമ്മദ് ഷാഫി മറ്റു പ്രതികളായ ഭഗവത് സിംഗിനെയും ലൈലയും കൊണ്ട് മനുഷ്യമാംസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത് എന്നാണ് ഭഗവത് സിംഗ് നൽകിയ മൊഴിയിൽ പറയുന്നത്. കൊല്ലപ്പെട്ട 2 സ്ത്രീകളുടെ മൃതദേഹങ്ങളിലും ചില ആന്തരികാവയവങ്ങൾ ഇല്ലെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. റോസ്ലിന്റെ മൃതദേഹത്തിൽ വൃക്കയും ശ്വാസകോശവും കരളും കാണാനില്ലെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. മാംസം വിറ്റാൽ 20 ലക്ഷം രൂപ കിട്ടുമെന്നും കരളിനും ഹൃദയത്തിനും മാരടത്തിനും പ്രത്യേക വില കിട്ടുമെന്നും ഷാഫി ഇരുവരോടും പറഞ്ഞിരുന്നു. റോസ്ലിന്റെ മൃതദേഹത്തിൽ വലതു വൃക്കയില്ലെന്നാണ് കണ്ടെത്തിയത്. റോസ്ലിന്റെ മാരടം ഭക്ഷിച്ചെന്നും തലച്ചോർ ഭക്ഷിക്കാൻ ഷാഫിക്ക് ആഗ്രഹമുണ്ടായിരുന്നതായും ഭഗവത് സിംഗ് നൽകിയ മൊഴിയിൽ പറയുന്നു. ആദ്യ ബലി നൽകിയ ശേഷം പ്രതീക്ഷിച്ച ഫലം കിട്ടാതായതോടെ ഷാഫിയോട് പരാതി പറഞ്ഞിരുന്നു. ഇതിനിടെ പലപ്പോഴായി ഷാഫിക്ക് നൽകിയ 6 ലക്ഷം രൂപ ഇവർ മടക്കി ചോദിച്ചതോടെയാണ് 2ാമതൊരു ബലി നടത്താൻ ഷാഫി തീരുമാനിച്ചത്. റോസ്ലിനെ കൊന്ന സമയവും തീയതിയും ശരിയായില്ല എന്നായിരുന്നു ഭഗവത് സിംഗിനെയും ലൈലയും പറഞ്ഞ് വിശ്വസിപ്പിച്ചത് എന്നാണ് 2ാമത്തെ നരബലിക്ക് കളമൊരുക്കാൻ കാരണമായത്. പത്മയെയും കൊന്ന ശേഷം ഭഗവത് സിംഗിനെയും ലൈലയെയും ബ്ലാക്ക്മെയിൽ ചെയ്യാനായിരുന്നു ഷാഫിയുടെ പദ്ധതിയെന്നും അതിനാണ് കൊലപാതകങ്ങളിൽ ഇരുവരെയും പങ്കാളികളാക്കിയതെന്നും കണ്ടെത്തിയിരുന്നു. ഭഗവത് സിംഗിനെ കൊന്ന ശേഷം ലൈലയ്ക്കും ഷാഫിക്കും ഒന്നിച്ചു ജീവിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നതായും ലൈലയുടെ മൊഴിയിലുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധിക്കായി സ്ത്രീകളെ കൊലപ്പെടുത്തി ശരീരഭാഗങ്ങൾ ഭക്ഷിച്ചാൽ മതിയെന്ന് വിശ്വസിപ്പിച്ചാണ് മുഹമ്മദ് ഷാഫി തിരുമുചികിത്സകനായ ഇലന്തൂരിലെ KV ഭഗവത് സിംഗ്, ഭാര്യ ലൈല എന്നിവരെ കൂടെ കൂട്ടി ലോട്ടറി വിൽപ്പനക്കാരായ ഈ സ്ത്രീകളെ ഇലന്തൂരിലെത്തിച്ചത്. പിന്നീട് കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ടുവെന്നാണ് കേസ്. കടവന്ത്ര പോലീസാണ് കേസ് അന്വേഷിച്ചത്. കാണാതായ പത്മത്തെ തേടിയുള്ള അന്വേഷണത്തിൽ വാഹനം കണ്ടെത്താനുള്ള ശ്രമമാണ് കൊച്ചി കടവന്ത്ര പോലീസിനെ ഇലന്തൂരിലെത്തിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.